കൊല്ലം മുണ്ടക്കലിൽ ക്ഷേത്രോത്സവത്തിനിടെ യുവാവിന് കുത്തേറ്റു. ശംഭു എന്ന യുവാവിനാണ് കുത്തേറ്റത്. മുണ്ടക്കൽ തുമ്പറ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലായിരുന്നു സംഭവം. ഉദയമാർത്താണ്ഡപുരം സ്വദേശി സന്ദീപാണ് ആക്രമിച്ചത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിനീഷ് ചേരുന്നു വിവരമായി. വിനീഷ്, എന്താണ് ഈ അക്രമം ഉണ്ടാവാനുള്ള സാഹചര്യം? എന്തായിരുന്നു? എന്താണ് അവിടെ സംഭവിച്ചത്? വിനീഷ്, കേൾക്കാമോ? എന്താണ് അവിടെ സംഭവിച്ചത്? എങ്ങനെയാണ് ഈ ഒരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്? എൽദോ, ഈ ക്ഷേത്രോത്സവങ്ങളിൽ നടക്കുന്ന ഈ അക്രമങ്ങൾ വലിയൊരു കുടിപ്പകയിലേക്കാണ് നീങ്ങുന്നത്. വർഷാവർഷം നടക്കുന്ന ഈ ഉത്സവങ്ങളിൽ ആ പക സൂക്ഷിക്കുകയും വരും വർഷങ്ങളിൽ ഉണ്ടാകുന്ന ക്ഷേത്രങ്ങളിൽ ഈ പക തീർക്കുകയും ചെയ്ത അത്തരത്തിലുള്ളൊരു പ്രവണതകളാണ് നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ കണ്ടുവരുന്നത്. ഈ അക്രമവും അങ്ങനെ തന്നെയാണെന്ന് പറയാം. കാരണം ഈ 2025 ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു അക്രമ സംഭവം, ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ മർദ്ദനത്തിന് ഇരയായ അല്ലെങ്കിൽ കുത്തേറ്റ ഈ ശംഭു പിടിച്ചു മാറ്റിയിരുന്നു. കുറച്ച് പേരെ പിടിച്ചു മാറ്റി. ഇതിലുണ്ടായ ഒരു വിരോധമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ ക്ഷേത്രോത്സവത്തിൽ ഈ യുവാവിനെ കുത്തി കൊലപ്പെടുത്താൻ ഉള്ള ശ്രമം നടത്തിയത്. നെഞ്ചത്തേക്ക് മാരകായുധം ഉപയോഗിച്ച് ആഴത്തിൽ കുത്തി എന്നാണ് എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത്. ഈ കുത്തേറ്റ യുവാവിനെ നാട്ടുകാർ ഇടപെട്ട് ആശുപത്രിയിലേക്ക് അവിടെ നിന്നും എടുത്തുകൊണ്ടു പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാനിടയായിട്ടുള്ളത്. അത്തരത്തിൽ ദൃശ്യങ്ങളാണ് പോലീസ് പറമ്പിലെ ദൃശ്യങ്ങളാണ് എടുത്തുകൊണ്ട് പോകുന്നതായിട്ടാണ് കാണാൻ, രക്തം വാർന്ന നിലയിൽ കൊണ്ടുപോകുന്നതായിട്ട് കാണാനിരുന്നത്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കൃത്യം നടത്തിയ ആളെ ഉത്സവപ്പറമ്പിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനന്തു എന്നാണ് പേര്. അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുൻവിരോധത്തെ തുടർന്നുണ്ടായ ഈ വിരോധമാണ് ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് അറിയുന്നത്. എന്തായാലും വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. മുൻപ് വീണ്ടും ഇത്തരത്തിലുള്ള മറ്റു വിരോധങ്ങൾ ഉണ്ടോ എന്നതടക്കം ഇപ്പോൾ പോലീസ് കൃത്യമായി അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും കുത്തേറ്റ ആളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നത് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വിനേഷ്, ഈ ഒരു വർഷമൊക്കെ കാത്തിരുന്ന പക പോക്കുക എന്നൊക്കെ പറയുന്നത് അത് എന്ത് മനോനിലയാണെന്ന് അറിയില്ല. എന്താണെങ്കിലും ഈ ക്ഷേത്രത്തിൽ തന്നെ വെച്ചാണ് കഴിഞ്ഞ തവണ ഈ തർക്കമുണ്ടാകുകയും ഈ ശംഭു എന്ന യുവാവ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത്. മാത്രമല്ല, ഈ സന്ദീപ് എന്ന ഈ കേസിലെ പ്രതി, ഇയാൾക്ക് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ ആണെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഒരു നെഞ്ചിലൊക്കെ കുത്രം എന്നുള്ള തീരുമാനമൊക്കെ വരണമെങ്കിൽ അവിടെ ഒരു സാധാരണ മനുഷ്യനങ്ങനെ ചെയ്യില്ലല്ലോ. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ പ്രതിയെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ എന്തോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളുടെ ചില മനോനിലകളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി ആണ് ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുന്നത്. കാരണം ഒരാളെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയാണ്. ഉടൻ തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് വിവരങ്ങൾ കിട്ടില്ല. അതുകൊണ്ട് അയാളുടെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന മെഡിക്കൽ പരിശോധനകൾക്കൊക്കെ ശേഷം ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് മുൻപും അടിപിടി കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കരുതിക്കുട്ടിയുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു യുവാവിനെ കൊലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് മാരകായുധം കയ്യിൽ കരുതിയാണ് ഇത്തരത്തിലൊരു അക്രമം നടത്തിയതെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് തുടങ്ങിയ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും എന്നാണ് നമുക്കറിയുന്നത്. എന്തായാലും വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുത്തേറ്റ ശംഭുവിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വരുന്നുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ശരി, എന്നാലും ആരോഗ്യം വീണ്ടെടുത്ത് പൂർണ്ണ ആരോഗ്യക്ഷമതയിലേക്ക് യുവാവ് ഇറങ്ങിയെത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ പ്രതി സന്ദീപ്, അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് കണ്ടത്. ഇയാൾ പക അത് ഇത്രമാത്രം കനലായി സൂക്ഷിച്ച് ഒരു വർഷത്തോളം കാത്തിരുന്ന് ആയുധം കരുതിക്കൊണ്ടുവന്ന് ഉപദ്രവിക്കുക, വധിക്കാൻ ശ്രമിക്കുക തന്നെയാണ്, അല്ലെങ്കിൽ നെഞ്ചിൽ കുത്തുകയരുത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്നാണെങ്കിലും ഈ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഒരു അതിക്രമത്തിൻ്റെ വാർത്തയാണ്. വിനീഷ് കൊല്ലത്തുനിന്ന് റിപ്പോർട്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.